അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ചുള്ള തട്ടിപ്പ് നടന്നത് മെഡിക്കൽ ടൂറിസം കമ്പനിയുടെ മറവിലെന്ന പോലീസ്. മുഖ്യപ്രതി നജീബിനായി ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകും. ഡോക്ടേഴ്സിന്റെ അറിവോടെയാണോ റാക്കറ്റ് ഒപ്പം സീലും ഉപയോഗിച്ചത് എന്നതിൽ പരിശോധന നടക്കുന്നുണ്ട്. ജഡ്ജിമാരുടെ പേരിലും വ്യാജരേഖകൾ ചമച്ചെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. വിഷ്ണു സുരേഷ് ആ വാർത്തയുടെ വിവരങ്ങൾ ചേർന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഈ അവയവ തട്ടിപ്പ് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിൽ കൂടിയും ഇത് കുറച്ചുകൂടി വലിയ റാക്കറ്റ്, കുറച്ചുകൂടി വലിയ ഒരുപക്ഷെ VVIPകളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കാൻ ഇരയുള്ള നമ്മൾ ഇതുവരെ കാണാത്ത വണ്ണമുള്ള ഒരു മഞ്ഞുമലയുടെ അറ്റം എന്ന് പറയുന്ന രീതിയിൽ ഒരു മനുഷ്യരഹിതമായ ഒരു മാരകമായ തട്ടിപ്പ് എന്ന് തോന്നിക്കാനുള്ള എല്ലാ സൂചനകളും ഇപ്പോൾ തന്നെ ഉണ്ട്. വിഷ്ണു, അഷ്മി, ഒരു വലിയ തട്ടിപ്പ് ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ ചെറിയ വശങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോകെയുള്ള അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ തന്നെ വ്യക്തമായതാണ് ഇത് ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട് ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം, അതിന് ചില രേഖകൾ വേണം. ആ രേഖകളാണ് ഇവർ കൃത്യമായി ചമച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് സാക്ഷ്യപത്രം അടക്കമുള്ള രേഖകൾ. അത് മുൻ MLA-മാരുടെ ദിലീപ ജോജു, അതോടൊപ്പം KP മോഹനൻ തുടങ്ങിയ N ജയരാജ് തുടങ്ങിയ MLA-മാരുടെ വ്യാജ സാക്ഷ്യപത്രം അടക്കം ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. ഇന്നലെ നടത്തിയ പരിശോധനയിൽ ജഡ്ജിമാരുടെ അടക്കം ഇത്തരത്തിലുള്ള വ്യാജരേഖകൾ കണ്ടെടുക്കാനും പോലീസിന് സാധിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് കാസർഗോഡ് സ്വദേശിയായ നജീബാണ്. ഈ മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിൽ ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന്റെ മറവിലാണ് ഇത്തരത്തിൽ അവയവദാനങ്ങൾ അല്ലെങ്കിൽ അവയവദാന തട്ടിപ്പ് നടന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ. ഇതിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 പേർ ഈ പള്ളിക്കരയിലുള്ള ഈ പ്രിന്റിംഗ് സ്ഥാപനം നടത്തുന്നവരാണ്. അതായത് വ്യാജരേഖ നജീബ് അയച്ചു കൊടുക്കുമ്പോൾ അവിടെയാണ് പ്രിന്റ് ഔട്ട് എടുത്ത് നൽകിയിരുന്നത്. ഇവർക്ക് 3 വർഷമായി ഇവിടെ ഈ പ്രിന്റ് ഔട്ട് നടപടികൾ നടന്നിരുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഇതിന്റെ നജീബിനൊപ്പം ഉണ്ടായിരുന്ന റഷീദ എന്ന് പറയുന്ന സ്ത്രീയെ ഇന്നലെ പിടികൂടി. നജീബിനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. ഇയാൾക്കായി ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. ഇയാൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തിയാണ് എയർപോർട്ടുകളിൽ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയത്. നജീബിനെ പിടികൂടുന്നത് വഴി കൂടുതൽ ആളുകളിലേക്കും കൂടുതൽ വിവരങ്ങളിലേക്കും എത്താമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒപ്പം ചില ഡോക്ടർമാരുടെ വ്യാജ സീല, ലെറ്റർ പാഡ് എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഡോക്ടർമാരുടെ അറിവോടുകൂടിയാണോ ഇത്തരം വ്യാജ സീലുകൾ അല്ലെങ്കിൽ ഇത്തരം സീലുകളൊക്കെ ഇവർക്ക് ലഭ്യമായത് എന്നതിലും വിശദമായ പരിശോധന നടത്തും. ഉറപ്പായും മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് അത്. കൂടുതൽ വിവരങ്ങൾ അതിൽ പുറത്തു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.